ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു വെനസ്ഡേ മോർണിംഗ് ആണേ. ഞാൻ നീത്തുവാണ്. ഞങ്ങൾ ചെന്നൈയിലാണ് താമസിക്കണേ. പുതിയ കൂട്ടുകാർക്ക് വേണ്ടി പറഞ്ഞതാട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇഡ്ഡലിയും ചട്നിയാണ്. രാവിലെ മാവൊക്കെ നല്ല പുളിച്ച് ഇങ്ങനെ പൊങ്ങി വന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമല്ലേ. ആ ദിവസം നമ്മുടെ അടിപൊളിയായിരിക്കുള്ളൂ. അങ്ങനെ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് തട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അമ്പലത്തിൽ പോകണം. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ കുളിച്ചിട്ടാണ് കേട്ടോ അടുക്കളയിലേക്ക് കയറിയത്. അല്ലെങ്കിൽ ചിലപ്പം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ചിലപ്പോൾ കുളിക്കാൻ പോവാറ്. അപ്പോൾ ഇന്ന് അമ്പലത്തിൽ പോകണം. ഇവിടെ അടുത്തൊരു ശിവൻ്റെ അമ്പലമുണ്ട്. തൊട്ടടുത്തല്ല, കുറച്ച് പോകണം. എന്നാൽ അവിടെ പോകാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. ഈ ഇഡ്ഡലി ഉണ്ടാക്കണത് മിനി ഇഡ്ഡലീസ് പാറുക്കുട്ടിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. പാറുവിന് ഭയങ്കര ഇഷ്ടമാണ് മിനി ഇഡ്ഡലി. അവൾക്ക് ഇഡ്ഡലി ഇഷ്ടമാണ്. പിന്നെ മിനി ഇഡ്ഡലി ആകുമ്പോൾ ഇങ്ങനെ വായിൽ വെക്കുമ്പോൾ തന്നെ അലിഞ്ഞു പോകണം, അത്രയും സോഫ്റ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആൾക്ക് കൂടുതൽ ഇഷ്ടമാണ്. അങ്ങനെ ഈ തട്ടിൻ്റെ ഈ ഇഡ്ഡലി തട്ട് വേറെ സെപ്പറേറ്റ് ഞാൻ വാങ്ങിയതാട്ടോ, ഇതിൻ്റെ കൂടെ കിട്ടിയതല്ല. അങ്ങനെ ഇഡ്ഡലിയൊക്കെ ഇരുന്ന് ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചട്നി ഉണ്ടാക്കാൻ പോവാം കേട്ടോ. ഈ ചട്നി ഉണ്ടാക്കുമ്പോൾ എനിക്കൊരു കഥ പറയാനുണ്ട്. ആദ്യം ഞാൻ റെസിപ്പി പറയാം. ഇതുപോലെ ഉണക്കമുളക് ഇടുക, പിന്നെ ഉള്ളി വേണമെങ്കിൽ എടുക്കാം, സവോള എടുക്കാം. ഞാൻ സവോള എടുത്തിരിക്കുന്നത്. പിന്നെ തക്കാളി, ഇതുപോലെ പൊട്ടുകടല ഇല്ലേ, അത് അത്രയാണ് ഇതിന് വേണ്ടത്. വെളിച്ചെണ്ണയിൽ ഞാൻ ഉണ്ടാക്കാറില്ല, വേറെ റിഫൈൻഡ് ഓയിൽ എന്തെങ്കിലുമാണ് ഉപയോഗിക്കാറ്. ഇതുപോലെ എല്ലാം കൂടി ഒന്ന് വഴറ്റിയിട്ട് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് ഒന്ന് ചൂടാകുമ്പോഴേക്കും മിക്സിയിലിട്ട് അരച്ചെടുക്കുക, വേണമെങ്കിൽ താളിച്ചെടുക്കാം. അത്രയേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഒരു അടിപൊളി ടേസ്റ്റാണ്. പൊട്ടുകടലിൽ ഇടുന്ന അളവ് ഒരുപാട് കൂടിപ്പോകരുത്, ഒരു ടീസ്പൂണോ അങ്ങനെ എന്തെങ്കിലും ഇട്ടാൽ മതി. അപ്പോഴാണ് നമുക്ക് കൂടുതൽ ആ ടേസ്റ്റ് തോന്നുക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കുത്ത് ഫീൽ ചെയ്യും. ഈ റെസിപ്പി എനിക്ക് കിട്ടിയതേ ഞങ്ങൾ ഇവിടുന്ന് ആദ്യമായിട്ട് നാട്ടിലേക്ക് പോയ സമയത്ത്. ഇവിടെ എപ്പോഴും നമ്മൾ കാറിനാണ് പോകാറ്. അങ്ങനെ ട്രെയിനിന് പോകാമെന്ന് പറഞ്ഞൊരു ട്രെയിനിന് പോയ സമയത്ത് നമ്മൾ സൗത്തിലാണ് ഇറങ്ങിയത്. അപ്പോൾ അവിടെ വൈറ്റിലല്ല എൻ്റെ വീട്. അപ്പോൾ അവിടുന്ന് ഒരു 10 മിനിറ്റേ ഉള്ളൂ. എന്നാലും ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് നമ്മൾ ആ ബാക്ക് ഗേറ്റിൻ്റെ അവിടെയുള്ളൊരു റെസ്റ്റോറൻറ്റിൽ കയറിയായിരുന്നു. അവിടെ കയറി അപ്പോൾ ഷൈച്ചേട്ടൻ പറഞ്ഞു, എന്നാൽ ഒരു സെറ്റ് ഇഡ്ഡലിയും കൂടെ പറഞ്ഞേക്കാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. ഇഡ്ഡലിയുടെ കൂടെ കിട്ടിയ ചട്നി ആട്ടോ അത്. നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ എനിക്ക് ഇങ്ങനെയൊക്കെ കയറി കഴിയുമ്പം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എനിക്ക് അതിൻ്റെ റെസിപ്പി ചോദിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ. ചില ആൾക്കാർ പറഞ്ഞു തരും, ചില ആൾക്കാർ വിട്ടേ പറയുള്ളൂ, അത്രേ ഉള്ളൂ. അപ്പോൾ അവിടുത്തെ ഓണർ ചേട്ടൻ എനിക്ക് പറഞ്ഞു തന്നു. ഞാൻ വീട്ടിൽ വന്ന് പരീക്ഷിച്ച് നോക്കിയപ്പം നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടി. അപ്പോൾ അതാണ് ഈ ചട്നി. ഒന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ. പിന്നെ മുളകിൻ്റെ അളവ് നമ്മുടെ മുളകിൻ്റെ എരിവ് അനുസരിച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ പരിപാടി. അങ്ങനെ ചട്നി റെഡിയായി, ഇഡ്ഡലി റെഡിയായി. ഞങ്ങളത് അമ്പലത്തിൽ പോയി വരുവാണ് കേട്ടോ. അമ്പലത്തിൽ നിന്ന് പൂജാരി പാറുവിന് കൊടുത്ത പൂവാണിത്. അവിടെ തൊഴുത് പ്രസാദമായിട്ട് കൊടുത്തതാണ് ആൾക്ക്. എന്നിട്ട് ആ പൂവ് അന്നേരം പിടിച്ചുകൊണ്ടിരിക്കുന്നത്, പിന്നെ പിടിവിട്ടിട്ടില്ല. അപ്പോൾ അതിപ്പോൾ ഒരു പരിവായിട്ടുണ്ടാവും മിക്കവാറും. അങ്ങനെ ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പാറുവിനെ ഞാൻ ഉറങ്ങുമായിരുന്നു, അവളെ എഴുന്നേൽപ്പിച്ച് അപ്പം തന്നെ കുളിപ്പിച്ച് കൊണ്ടുപോയതാണ്. പിന്നെ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഷൈച്ചേട്ടൻ പോയി. ഷൈച്ചേട്ടൻ ഒരു സ്ഥലം വരെ പോകാനുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഓഫീസിൽ പോവുള്ളൂ. അപ്പോൾ അപ്പോഴേക്കും ഉച്ചയാകുമ്പോഴേക്കും ആൾ വരും. ഊണ് കഴിച്ചിട്ടേ ഓഫീസിലേക്ക് പോവുള്ളൂ. അപ്പോഴേക്കും നമുക്ക് ലഞ്ചൊക്കെ പെട്ടെന്ന് റെഡിയാക്കണം. അപ്പോൾ ഇന്ന് ലഞ്ച് കുറച്ച് നമുക്ക് വേറെ കറികളൊന്നും ഫ്രിഡ്ജിലൊന്നും ഇരിപ്പില്ല. അപ്പോൾ എല്ലാം ഉണ്ടാക്കണം കേട്ടോ. അങ്ങനെ അരി ഞാൻ അടുപ്പത്ത് വെച്ചിട്ട് കുക്കറിലാണ് ഞാൻ വെക്കാറ്. വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ അടുക്കളയിലുള്ള നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതിൻ്റെ പാത്രങ്ങളൊന്നും ഞാൻ കഴുകിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി അടുക്കള ഒന്ന് നീറ്റാക്കി കഴിയുമ്പോൾ എനിക്കങ്ങനെ കേട്ടോ ജോലി ചെയ്യാനായിട്ടൊരു ഉഷാറുണ്ടാവുള്ളൂ. അതല്ലെങ്കിൽ എല്ലാം ഇങ്ങനെ കിടക്കണ കാണുമ്പം നമുക്ക് ആകെ കൂടെ ഒരു വട്ട് പിടിക്കും. അടുക്കള എപ്പോഴും നീറ്റായിട്ട് കിടക്കുമ്പോൾ തന്നെ അടുക്കളയിൽ നിൽക്കുമ്പോൾ നമുക്കൊരു സമാധാനമാണ്. അപ്പോൾ ഇന്ന് ലഞ്ചിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്തേക്ക് വയ്ക്കുക കേട്ടോ. ഒരു മാങ്ങ കഴിഞ്ഞ ദിവസം എടുത്തതിൻ്റെ പകുതി ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ അതെടുത്തു. തക്കാളി ഉണ്ട്, പിന്നെ വഴുതനങ്ങ. അപ്പോൾ ഈ കട്ട് ചെയ്തിങ്ങനെ പകുതിയൊക്കെ ആയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഞാൻ എപ്പോഴും ഒരു സിപ്പ് കവറിലിട്ട് സിപ്പ് ശരിക്കും ക്ലോസ് ചെയ്തിട്ടേ വെക്കുള്ളൂ കേട്ടോ. അപ്പം അല്ലാത്ത വെജിറ്റബിൾ വെറുതെ ട്രെയിൽ വെച്ചാലും വെക്കാറില്ല. ഞാൻ മിക്കവാറും ഇതുപോലെ ഒരു സിപ്ലോ കവറിലാക്കി വയ്ക്കും. അപ്പോൾ പെട്ടെന്ന് കേടാവില്ല, അല്ലെങ്കിൽ ചുളിഞ്ഞ മാതിരിയായിപ്പോവും. അപ്പോൾ ഈ മുറിച്ചതൊക്കെ ഞാൻ എപ്പോഴും അങ്ങനെ അടച്ച് തന്നെ വെക്കുള്ളൂ. അതാണ് കുറച്ചുകൂടെ സേഫ്. വേറെ ഒരു ഇൻഫെക്ഷനോ അങ്ങനെയൊന്നും വരാതെ അത് നന്നായിട്ട് ഇരുന്നോളും. അതുപോലെ തേങ്ങയും ഞാൻ അങ്ങനെ തന്നെ വെക്കുള്ളൂ കേട്ടോ.
തേങ്ങ ചിരകാതെയുള്ള മുറികളൊക്കെ ഇങ്ങനെ ഒരു കവറിലാക്കി അല്ലെങ്കിൽ ഒരു ബോക്സിലാക്കി വെക്കുള്ളൂ. അപ്പോൾ ഞാൻ പച്ചക്കറിയൊക്കെ ആ കാലിയായിട്ടുള്ള കവറുകൾ ഞാൻ കൈയോടെ അങ്ങ് കഴുകി ഇവിടെ ക്ലിപ്പ് ചെയ്തിടും. അപ്പോൾ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പച്ചക്കറികളൊക്കെ വെള്ളത്തിലിടുകയും ഒക്കെ ചെയ്യുവാണ്. എല്ലാ പച്ചക്കറികളും ഞാൻ കഴുകി വെക്കില്ല കേട്ടോ. കാരണം കഴുകി എത്ര ഉണക്കി വെച്ചെന്ന് പറഞ്ഞാലും പെട്ടെന്ന് ചീഞ്ഞു പോകും. പല പ്രാവശ്യം എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ഞാൻ കഴുകില്ല. ചിലതൊക്കെ നന്നായിട്ട് കഴുകി വെള്ളം വാർന്നിട്ടൊക്കെ വയ്ക്കും. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള തേങ്ങ ഞാൻ ചിരകിയെടുക്കുകയാണ്. അപ്പോൾ ഒരു മുറി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് ചിരകാണ് കേട്ടോ. വേറെ പൊട്ടിക്കേണ്ടി ഒന്നും വന്നില്ല തേങ്ങ. അത് ചിരകി കഴിഞ്ഞിട്ട് നമുക്ക് കൈയോടെ ഈ ചിരവുന്ന ചിരവ ഒന്ന് തുടച്ച് ക്ലീനാക്കി വെച്ച് കഴിഞ്ഞാൽ ആ പരിപാടി കഴിയും. അപ്പം ഈ ചിരവ ഞാൻ അധികമായിട്ടില്ല കേട്ടോ വാങ്ങിച്ചിട്ട്. നാട്ടിൽ നിന്ന് പോയപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ്. എനിക്ക് വളരെ കൺവീനിയൻ്റ് ആയിട്ട് തോന്നാറുണ്ട്. സ്ഥലപരിമിതിയുള്ള ആൾക്കാർക്ക് പറ്റിയ ഒരു സംഭവമാണ്. അപ്പോൾ ചെറിയ തേങ്ങയെന്ന് നമുക്ക് ചാറ് കറിക്ക് വേണ്ടിയിട്ട് ഉള്ള തേങ്ങ ഞാൻ ജാറിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഈ തേങ്ങ മാത്രം അങ്ങ് അരച്ചെടുത്താൽ മതി, വേറെ ഇനി ഇതിലൊന്നും ഇടാനൊന്നുമില്ല. അപ്പോൾ ഞാനതെടുത്ത് മാറ്റി വെച്ചു. പിന്നെ മാങ്ങ ക്ലീൻ ചെയ്തെടുക്കുക. ഇവിടെ കിട്ടണത് ഈ സേലം മാങ്ങ മാതിരത്തെ ആ ഷേപ്പിലുള്ളൊരു മാങ്ങയാണ്. ഭയങ്കര പുളിയൊന്നും ഉണ്ടാവില്ല, ഒരു നേരിയൊരു പുളി മാത്രമേ ഉള്ളൂ. ഇങ്ങനെ കറിയിലിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് കലങ്ങിപ്പോവും, അതായത് വെന്തുടഞ്ഞു പോവും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മളെപ്പോഴും കറിയിൽ ഇടാനായിട്ട്. ഞാൻ ആദ്യമേ തന്നെ ഇട്ട് കഴിഞ്ഞാൽ മിക്കവാറും മാങ്ങ ഇങ്ങനെ എന്താ പറയുക, മാങ്ങയായിട്ട് കാണില്ല, മൊത്തം പൊടിഞ്ഞു പോകും. അപ്പോൾ ഇന്ന് നമ്മൾ വെക്കാൻ പോകുന്നത് തക്കാളിയും മാങ്ങയും കൂടെയാണ്. അധികം പുളിയില്ലാത്ത മാങ്ങ കാരണം തക്കാളിയും മാങ്ങയും കൂടെ വെക്കാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അങ്ങനെ മാങ്ങ സീസൺ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മലയാളികൾക്ക് മാങ്ങയില്ലാത്ത കറികൾ വിരളായിരിക്കുള്ളൂ. മിക്ക വീടുകളിലും ഉണ്ടാവും, ഒരു അമ്മന്തിയെങ്കിലും ഉണ്ടാവും. അങ്ങനെ കുറച്ച് കാന്താരി മുളകും ഒക്കെ ഇട്ടിട്ട്, അപ്പം ഞാൻ ഈ കറി വയ്ക്കുന്നത് മുളക് പൊടി ചിലപ്പോൾ തോന്നിയാൽ ഇടുള്ളൂ, മിക്കവാറും ഇടാറില്ല. എനിക്ക് ഈ മഞ്ഞ കളറിൽ തന്നെ ഇരിക്കുന്ന കേട്ടോ ഇഷ്ടം. പച്ചമുളകിൻ്റെ എരിവ് തന്നെയായിരിക്കും എരിവിനായിട്ട് ഞാൻ ഉപയോഗിക്കാം. അങ്ങനെ തക്കാളിയും പച്ചമുളകും വെള്ളം ഒഴിച്ചിട്ട് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് വെച്ചു. അതൊന്ന് തിളച്ച് വന്നപ്പോഴാണ് ഞാൻ മാങ്ങ ഇടുന്നത് കേട്ടോ, അല്ലെങ്കിൽ മാങ്ങ മൊത്തമായിട്ട് ഇങ്ങനെ കലങ്ങിയ മാതിരിയായി പോവും. അപ്പോൾ അത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ അതവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോൾ നമുക്ക് വേവുന്ന സമയത്ത് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്ത് തീർക്കാം കേട്ടോ. പിന്നെ ഇത് അരച്ചെടുക്കാനുണ്ട്. അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ എടുത്ത് ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുമല്ലോ. മുരിങ്ങക്കായിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാട്ടോ. ഞാൻ കഴിഞ്ഞ ദിവസം വെച്ചപ്പോൾ മുരിങ്ങക്കായും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൽ. അപ്പോൾ അതിൻ്റെയും കൂടെ ഒരു ജ്യൂസൊക്കെ കറിയിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ ഒരു പ്രത്യേക രുചിയാട്ടോ ആ ചാറൊക്കെ കഴിക്കാനായിട്ട്. ഞാൻ പാറുവിനും ചോറ് കൊടുക്കുമ്പോൾ ഈ കറിയുടെ ചാറൊക്കെ കൂട്ടിയിട്ട് കുഴച്ച് കൊടുക്കുക. അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അവൾ കഴിക്കുന്നുണ്ട്. ഈ മാങ്ങ സീസൺ കിട്ടിക്കഴിഞ്ഞപ്പോഴാട്ടോ ഞാൻ ഈ കറി ഉണ്ടാക്കാൻ തുടങ്ങിയത്. അപ്പോഴേക്കും നമ്മുടെ പാല് വന്നു, പാലും തിളപ്പിക്കാൻ വെക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് പച്ചക്കറി ആയിട്ട് ഇന്നിപ്പോൾ തോരനാണ് ഉണ്ടാക്കാൻ പോണത്. വഴുതനങ്ങ കത്രിക്ക തോരൻ. അപ്പോൾ വഴുതനങ്ങ മിക്കവാറും ഞാൻ മെഴുക്ക് വരട്ടിയാണ് ഉണ്ടാക്കാറ്. ഇടയ്ക്ക് ഒരു ചേഞ്ചിന് വേണ്ടി തോരനും ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഒരു പകുതി വേവാകുമ്പോഴേക്കും ഞാൻ ഉപ്പ് ചേർക്കും കേട്ടോ. അപ്പോൾ ആ ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് വെന്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കണ ആ തേങ്ങയും കൂടെ ചേർക്കാം. പാലും കൂടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയിലേക്ക് തേങ്ങ ഒഴിക്കാൻ പോവാണ് ഞാൻ. ആ തേങ്ങ ഒഴിച്ചിട്ട് ഒരുപാട് നേരമൊന്നും തിളപ്പിക്കണ്ടല്ലോ, ഒന്ന് വെന്ത് വന്നാൽ മതിയല്ലോ അത്. അപ്പോൾ 2-3 തിള വരുമ്പോഴേക്കും തേങ്ങ ആവും. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയപ്പോൾ ഉപ്പൊക്കെ നല്ല കറക്റ്റാണ്. ഇനിയിപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാണ്. കറി കറക്റ്റ് നല്ലൊരു കുറുകി നല്ലൊരു പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഒരുപാട് ചാറായിട്ട് എടുക്കരുത് കേട്ടോ, ഒരു ഇച്ചിരി കുറുകിയ പരുവത്തിൽ, എന്നാൽ കട്ടയായി പോകരുത്. നമ്മൾ ഓഫ് ചെയ്ത് ആ ചട്ടിയിലിരുന്നാണെങ്കിലും ഒന്ന് കുറുകും. അപ്പോൾ ഒരു പരുവം നോക്കിയിട്ട് നമ്മൾ എടുത്താൽ മതി. പാലും തിളച്ച് വന്നു. പാൽ ഞാൻ ഒന്ന് തിള വന്നപ്പോൾ ഒന്ന് സിമ്മിലിട്ടിട്ട് ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴാട്ടോ ഇപ്പോൾ ഓഫ് ചെയ്യണേ. അത് കഴിഞ്ഞ് നമ്മൾ ചോറ് വാർക്കാൻ പോവുകയാണേ. ചോറ് വാർക്കുമ്പോൾ എപ്പോഴും ഞാൻ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഊറ്റിക്കളയും കേട്ടോ. കാരണം ആ സ്റ്റാർച്ച്, ആ കുറുകിയ കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, അത് ഊറ്റിക്കളഞ്ഞിട്ട് ഒന്നും കൂടെ വെള്ളം ഒഴിച്ച് നമ്മൾ ഊറ്റിക്കളയുമ്പോൾ ആ സ്റ്റാർച്ചിൻ്റെ ആ കഞ്ഞിവെള്ളത്തിലുള്ള ഒരു ഇതുണ്ടല്ലോ, അത് ചോറിലേക്ക് വീണ്ടും പറ്റിപ്പിടിക്കാതെ അങ്ങ് പോവും. അപ്പോൾ അത്രയും സ്റ്റാർച്ച് കുറവല്ലേ നമ്മൾ കഴിക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മിക്കവാറും അങ്ങനെ ചെയ്യാറ്. എന്നിട്ട് ആ ഊറ്റൽ പാത്രം വെച്ചിട്ട് അടച്ച് ഈ കുക്കറിൽ തന്നെ ക്ലിപ്പും കൂടെ നമ്മൾ ക്ലോത്ത് ഒക്കെ ഉണക്കാനായിട്ട് ഇടുമ്പോൾ ഇടുന്ന ക്ലിപ്പില്ലേ, ആ ക്ലിപ്പും കൂടി ഇട്ടിട്ടാണ് ഞാനെപ്പോഴും വാർക്കാറ് കേട്ടോ. അപ്പോൾ ആ പരിപാടി തീർന്നു.
നല്ല അത് കാരണം നമുക്ക് ചോറ് കഴിക്കുമ്പോൾ അങ്ങനെ ഒരു ഒട്ടൽ തോന്നില്ല. ചിലത് എനിക്കങ്ങനെ കയ്യിൽ പിടിക്കുമ്പോൾ ഒരു ഒട്ടൽ പോലെ തോന്നും ചില സ്ഥലത്ത് പോകുമ്പോൾ. ഇനി നമുക്ക് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ. വഴുതനങ്ങ തോരനാട്ടോ ഒന്ന് ഉണ്ടാക്കണേ. അപ്പോൾ അതിനുള്ള വെജിറ്റബിൾ അല്ല, അതിനുള്ള സവോള അതൊക്കെ കട്ട് ചെയ്തെടുക്കാനുണ്ട്. വേറെ ഒന്നും ഞാൻ ഇടുന്നില്ല കേട്ടോ ഇതിൽ. തോരൻ ഉണ്ടാക്കുമ്പം ഞാൻ അങ്ങനെ വെളുത്തുള്ളി ചിലപ്പോൾ ഇടും. പിന്നെ പച്ചമുളക് ഞാൻ കട്ട് ചെയ്തിടില്ല. മിക്കവാറും ഇടുകയാണെന്നുണ്ടെങ്കിൽ തന്നെ തേങ്ങയിൽ ഒതുക്കിയേ ഇടുള്ളൂ തോരനെ. അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ ഞാൻ പ്രത്യേകമായിട്ട് ഈ ഒരു വളരെ കുറച്ച് ഒരു ടീസ്പൂൺ ഉഴുന്ന് കടുകിൻ്റെ കൂടെ പൊട്ടിക്കുന്നത് നല്ല ടേസ്റ്റാട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരും. അപ്പോൾ അതിന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്കിതിൻ്റെ തേങ്ങ ഒതുക്കിയെടുക്കാം. അതിൽ കുറച്ച് ജീരകവും മഞ്ഞൾപ്പൊടി, ജീരകം വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ ഇപ്പോൾ എരിവിന് ഞാൻ ഇടുന്നത് മുളക് പൊടിയാട്ടോ, പച്ചമുളകല്ല. അങ്ങനെ അതും കൂടി ഇട്ട് അതൊന്ന് ഒതുക്കി വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ ഒതുക്കിയെടുക്കാമെന്ന് കേട്ടോ പറയുന്നത് തേങ്ങ ഈ തോരന് അവിയലിനൊക്കെ. പിന്നെ ഇതുപോലെ ഇത്തിരി വെള്ളം ഒന്ന് തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല നന്നായിട്ട് പെട്ടെന്ന് വെന്ത് വരുകയും ചെയ്യും. അടിയിലൊന്നും പിടിക്കില്ല. ഈ വഴുതനയ്ക്ക് പെട്ടെന്ന് ചട്ടിയിൽ ഇങ്ങനെ പിടിക്കുന്ന മാതിരി, എങ്ങനത്തെ നല്ല ചട്ടിയാണെങ്കിലും ഒന്ന് പിടിക്കുന്ന മാതിരി ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ ഒന്ന് തളിച്ച് വെച്ച് കഴിഞ്ഞാൽ വേഗം വെന്തും കിട്ടും. അതുപോലെ നമുക്ക് താളിച്ചിടാനായിട്ടുണ്ട് ചാറ് കറിയിൽ. അതിന് കടുക് പൊട്ടിച്ചു, വറ്റൽമുളക്, കരിവേപ്പില, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് താളിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കറി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പച്ചക്കറി റെഡിയാക്കുവാണെങ്കിൽ ഇനി ഷൈച്ചേട്ടൻ വന്നിട്ട് പെട്ടെന്ന് കഴിച്ചിട്ട് പോകണമെന്നുണ്ടെങ്കിലും പെട്ടെന്ന് പോവാമല്ലോ. ഇത് പച്ചക്കറി ആകുമ്പോൾ വേഗമാവുമല്ലോ. നോൺ വെജൊക്കെ കുറച്ച് കുക്കായി വരാനായിട്ടൊക്കെ കുറച്ച് സമയം എടുക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആദ്യമേ തന്നെ ഈ 2 കറി റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അരപ്പും കൂടി ഇട്ടിട്ട് ഇളക്കണില്ല, ഒന്ന് തട്ടിപ്പൊത്തി അങ്ങോട്ട് വെച്ച് ഒന്ന് ആ തേങ്ങയിലേക്ക് നല്ലോണം ആവി കയറി തേങ്ങ ഒന്ന് കുക്കായി കഴിയുമ്പോഴേക്കും നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കി ഉലർത്തി എടുക്കാം. അപ്പോൾ അത് അവിടെ ഇരുന്ന് ഒന്ന് ആവി കയറി വേവട്ടെ കേട്ടോ. അപ്പോൾ ഇത് തേങ്ങ എപ്പോഴും നമ്മൾ ഇടുന്ന കറികളിൽ ഇങ്ങനെ ചെയ്യുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിച്ചു. ഇപ്പോൾ കണ്ടോ, അതിലൊന്ന് തേങ്ങ നന്നായിട്ട് കുക്കാവുകയും ചെയ്തു, എന്നാൽ അടിയിലോട്ട് പിടിച്ചിട്ടുമില്ല. അതുപോലെ ഒരു 1-2 മിനിറ്റോ ഇളക്കി ഒന്ന് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ തോരൻ നല്ല അടിപൊളിയായിട്ട് കിട്ടും. അപ്പോൾ അത് റെഡിയായി, അതും അവിടെ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നോൺ വെജ് ഉണ്ടാക്കുന്നത് ലിവറാട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച ലിവർ ബീഫിൻ്റെ ഒപ്പം വാങ്ങിച്ചതാണ്. അത് ഫ്രിഡ്ജിലിരുന്നിരുന്ന് ഞാൻ തണുപ്പ് മാറാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്ത് നമ്മൾ വേവിക്കാൻ വെക്കുവാണ്. ഞാനിങ്ങനെയാട്ടോ ലിവർ ഉണ്ടാക്കുമ്പോൾ വേവിക്കുക. ഡയറക്റ്റ് ലിവർ ഇടാറില്ല, ഇതുപോലെ വേവിച്ചിട്ട് മാത്രമേ ഇടാറുള്ളൂ കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മൾ കുക്കറിലിട്ട് ഞാൻ ഒരു 2-3 വിസിൽ കൊടുത്തു. ഇത് വേവിക്കുകയാണ്. എന്നിട്ട് ആ വെള്ളമൊന്നും എടുക്കില്ല, അത് ഊറ്റിക്കളയും. എന്നിട്ട് ആ കഷ്ണം എടുത്തിട്ടാണ് നമ്മൾ കറി ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ ഇത്തിരി തേങ്ങ ബാലൻസ് ഉണ്ടായിരുന്നതിൽ ഒരു ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് തേങ്ങാപ്പാലെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ലിവറിലേക്ക് ഇത്തിരി തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇപ്പം ഞാൻ വയ്ക്കുന്നത് ഒരു ലിവർ റോസ്റ്റ് സ്റ്റൈലാണ്. ഞാനൊരു കൊച്ചി സ്റ്റൈൽ ലിവറിൻ്റെ റെസിപ്പി ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കൊച്ചി ഭാഗത്തൊക്കെ ഉണ്ടാക്കണതാണ്. പ്രത്യേക രീതിയിലാണ് അത് അരിയുന്നത് തന്നെ. ഇന്നിപ്പോൾ അങ്ങനെയൊന്നും അരിയാനായിട്ട് എനിക്ക് സമയമില്ലാത്ത കാരണം കണ്ടമുണ്ടാക്കാണ് ഞാൻ അരിഞ്ഞേക്കണം. അതായത് അത് അരിഞ്ഞെടുക്കാനായിട്ട് നല്ല നീളത്തിൽ നല്ല ഭംഗിയിൽ അരിയണം. ഇതിപ്പോൾ സമയം വേണം അതിന്. അപ്പം ഞാനിന്നിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് നോർമലായിട്ട് തന്നെ അങ്ങ് അരിഞ്ഞെടുത്തു. അപ്പോൾ സവോള ഇട്ട് വഴറ്റുക. എന്നിട്ട് കുറച്ച് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു, പിന്നെ കറിവേപ്പില ഇട്ടു, ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് അതൊന്ന് പയ്യെ ഒന്ന് വഴന്ന് വരണം. അത് ഒരുപാട് അങ്ങനെ ബ്രൗൺ ഒന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് ആയി വന്നാൽ മതി. എന്നിട്ട് അതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർക്കാം കേട്ടോ. അപ്പോൾ പൊടികൾ ചേർക്കുമ്പോൾ ഞാൻ എപ്പോഴും ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി ആദ്യം ചേർത്ത് ഒന്ന് മൂത്ത് ആ മഞ്ഞക്കുത്ത് മാറിക്കഴിയുമ്പോഴാണ് വീണ്ടും മറ്റുള്ള പൊടികളൊക്കെ ചേർക്കുക. പിന്നെ കൂടുതൽ മൂപ്പ് വേണ്ടത് മഞ്ഞൾപ്പൊടി കഴിഞ്ഞാൽ കൂടുതൽ നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടേണ്ടത് നമ്മുടെ മല്ലിപ്പൊടിയാണ്. അപ്പോൾ മല്ലിപ്പൊടിയും കൂടി ഇട്ട് അതൊന്ന് മൂപ്പിച്ചിട്ട് മാത്രമേ ഞാൻ മുളക് പൊടി ഇടുള്ളൂ. മുളക് പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ആദ്യമായിട്ടൊക്കെ കുക്ക് ചെയ്യുന്ന ആൾക്കാർ ആ ഒരു രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. കാരണം പെട്ടെന്ന് മുളക് പൊടിയൊക്കെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊരു ടിപ്പായിട്ടൊന്ന് നോക്കിക്കോളൂ കേട്ടോ. എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞത് ഒന്ന് പരീക്ഷ നോക്കിയിട്ടൊന്ന് പറയണേ.
പിന്നെ ഞാനങ്ങനെ കേട്ടോ നേരത്തെ തുടങ്ങി ചെയ്യുക. എനിക്ക് അമ്മ അങ്ങനെയാണ് പറഞ്ഞു തന്നിരുന്നത്. അപ്പം ഞാനിപ്പോഴും അത് തന്നെ കേട്ടോ ഫോളോ ചെയ്യണേ. പിന്നെ മഞ്ഞൾപ്പൊടി എപ്പോഴും ആദ്യം ഇടുന്നത് ആ മഞ്ഞൾ കുത്ത് കറിയിൽ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കൊരു അത്ര ഒരു ടേസ്റ്റ് തോന്നില്ല, എന്തോ ഒരു കുത്തുള്ള പോലെ തോന്നും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കറിയിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ രീതിയിലും കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പെരുംജീരകം പൊടിയും കൂടി ഇട്ടു. അപ്പോൾ അത് പെരുംജീരകം പൊടി കറിക്കൊരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുക, ഒരു മസാല ഫ്ലേവർ, എന്നാൽ ഒരു വലിയ കുത്തില്ല, നല്ലൊരു ഫ്ലേവർ കൊടുക്കും. അപ്പോൾ ഞാനങ്ങനെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചിട്ട് എപ്പോഴും ഞാൻ മാറ്റി വെച്ചിട്ട് മുട്ടക്കറിയിലും ഒക്കെ ചേർക്കാറുണ്ട്. മുട്ടക്കറിയിൽ ചിലപ്പോൾ ഞാൻ മസാലപ്പൊടിയെ ചേർക്കാറില്ല, ഇത് മാത്രമേ ചേർക്കുള്ളൂ. അങ്ങനെ കടലക്കറി അതിലൊക്കെ ചേർക്കാം നമുക്ക്. അപ്പോൾ ഞാൻ പാൽ എടുത്തു വെച്ചത് ഒഴിച്ചപ്പം പോരാന്ന് തോന്നി. അതായത് നമുക്ക് ഗ്രേവി ഒന്നും വേണ്ട, ഒന്ന് റോസ്റ്റായിട്ട് കിട്ടിയാൽ മതി. പക്ഷേ അത് അടച്ചു വെച്ച് ഒന്ന് ഇതിലേക്ക് മസാല പിടിക്കാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ അത്ര നേരം ആയി വരുമ്പോഴേക്കും ഭയങ്കര ഡ്രൈ ആയി പോവും. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ചും കൂടെ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് പിഴിഞ്ഞൊഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അതും കൂടെ പിഴിഞ്ഞൊഴിച്ചു. എന്നിട്ട് ഇനി ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട്, മസാലപ്പൊടി. അപ്പം ഞാൻ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ചങ്ങോട്ട് വെക്കും. അപ്പോൾ അതവിടെ ഇരുന്ന് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. പക്ഷേ ആ മസാലയൊക്കെ ശരിക്കും എല്ലാത്തിലേക്ക് പിടിച്ച് കിട്ടും കേട്ടോ. ഈ മസാലപ്പൊടി ഏറ്റവും അവസാനം ഇടുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ മസാലപ്പൊടിയുടെ ഫ്ലേവർ, അല്ലെങ്കിൽ നമ്മൾ ഇളക്കി ഇങ്ങനെ തുറന്ന് വെച്ച് ഇളക്കുമ്പോഴേക്കും മൊത്തത്തിൽ ആദ്യമേ തന്നെ അങ്ങ് പരന്നു പോകണ പോലെ തോന്നും. അപ്പോൾ ഈ മസാലപ്പൊടി ഇട്ടിട്ട് അപ്പം തന്നെ കറി അടച്ചു വയ്ക്കുന്ന ആ ഒരു പരുവത്തിലാണ് ഇടുന്നത് ഉണ്ടെങ്കിൽ നമുക്ക് ആ ഫ്ലേവർ ശരിക്കും കറിയിലേക്ക് ഇറങ്ങും. കാരണം മസാലപ്പൊടി മൂക്കാനൊന്നുമില്ലല്ലോ, നമ്മൾ നല്ലതായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടല്ലേ പൊടിച്ച് വയ്ക്കണേ. അങ്ങനെ അടച്ചു വെച്ച് അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലായി കിട്ടണം കേട്ടോ. അതിനൊരു 10 മിനിറ്റ് മതി, പെട്ടെന്നായി കിട്ടും. അപ്പോൾ ഞാൻ ഉപ്പ് നോക്കാനായിട്ട് ഷൈച്ചേട്ടനെ വിളിച്ചിട്ട് ഷൈച്ചേട്ടൻ ഒന്ന് ഉപ്പ് നോക്കിക്കൊണ്ടിരിക്കുകയാണേ. അപ്പോൾ പാകമായിരുന്നു എന്ന് ആൾ പറഞ്ഞു, ഉപ്പും പുളിയൊക്കെ പാകമായിരുന്നു. പിന്നെ പുളി വേണമെങ്കിൽ തക്കാളി ഒരെണ്ണം ചേർത്ത് കൊടുക്കാം, പിന്നെ ഒരിത്തിരി വിനീഗർ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വിനീഗർ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് ആ മൂടി വെച്ചിട്ട് പെട്ടെന്ന് ഞാൻ ഓർത്തത്, അപ്പോൾ ഇടയ്ക്ക് ചേർത്ത് കൊടുത്തു. അത് പറയാൻ മറന്നുപോയി കേട്ടോ, അല്ല കാണിക്കാനായിട്ട് വിട്ടുപോയി, റെക്കോർഡ് ചെയ്തില്ല, അതാണ് ഞാൻ പ്രത്യേകം പറഞ്ഞത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു, ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ച് ഷൈചേട്ടൻ പോയി. അത് കഴിഞ്ഞ് പാറുവിനെ ഉറക്കി ലഞ്ചൊക്കെ കൊടുത്തിട്ട് അത് കഴിഞ്ഞ് കുറേ വൈകുന്നേരം ആയപ്പോഴേക്കും ഞാൻ ചായ കുടിക്കാനായിട്ട് വീണ്ടും അടുക്കളയിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ രാവിലെയും വൈകുന്നേരം ഓരോ ചായ, എനിക്ക് നിർബന്ധമൊന്നും പറയാൻ പറ്റില്ല, എന്നാലും കിട്ടിയാൽ അത്ര സന്തോഷം. അപ്പോൾ ഒരു കട്ടൻ ചായ ആണെങ്കിലും കിട്ടിയാൽ മതി. അത് കഴിഞ്ഞിട്ട് ആ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചതൊക്കെ ഒതുക്കി വെക്കുക. പിന്നെ നമ്മൾ കഴിച്ച പാത്രവും ഉണ്ടാക്കിയ പാത്രവും ഒന്നും കഴുകിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ആകെ ക്ഷീണമായിരുന്നു. രാവിലെ അമ്പലത്തിൽ പോയി, അതിനു മുമ്പ് കുക്ക് ചെയ്തിട്ട് പോയി, പിന്നെ വന്നിട്ടും നിറയെ കാര്യങ്ങൾ ചെയ്യാണ്ടായിരുന്നു. അപ്പോൾ ഭക്ഷണം കഴിഞ്ഞ് അപ്പം തന്നെ കുക്ക് ചെയ്യാനുള്ള പാത്രം കഴുകാനുള്ള ഒരു ആരോഗ്യം എനിക്കുണ്ടായിരുന്നില്ല. പിന്നെ കുറേ നേരം റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ടാണ് വീണ്ടും അടുക്കളയിലേക്ക് കയറിയത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചായയും കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഒതുക്കൽ പരിപാടികളൊക്കെ ഒന്ന് തീർത്തിട്ട് പിന്നെ നമുക്ക് സമാധാനമായിട്ടിരിക്കാമല്ലോ. അടുക്കള അലങ്കോലമായി കിടന്നു കഴിഞ്ഞാൽ ആകെ കൂടെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞ് അതൊക്കെ ഒന്ന് ഉണക്കാനായിട്ട് എടുത്ത് ബാൽക്കണിയിലേക്ക് വെച്ചു. ഇനി പിന്നെ കൗണ്ടർ ടോപ്പും എല്ലാം ഒന്ന് തുടച്ചൊന്ന് ക്ലീൻ ആക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമാധാനമാണ്. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് വിളക്ക് കൊളുത്തണം. സന്ധ്യ ആവാറായി. കൈയും കാലൊക്കെ കഴുകിയിട്ട് വിളക്കൊക്കെ കൊളുത്തി നമ്മുടെ സന്ധ്യ ആയി കഴിയുമ്പോഴേക്കും പിന്നെ എന്താ പറയുക, ജോലിയൊക്കെ ചെയ്യാനായിട്ടൊരു മടിയാട്ടോ. പിന്നെ ഇത്ര നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരിതാണ്. കാരണം ഇവിടെ ചൂട് ആ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് കൂടും. പുറത്തൊട്ടും ചൂടുണ്ടാവില്ല, പക്ഷേ അകത്ത് ഭയങ്കര ചൂടായിരിക്കും. വൈകുന്നേരം ആകുമ്പോഴേക്കും ചൂട് കുറയുന്നുണ്ട്, പക്ഷേ അകത്ത് ചൂട് കൂടുതലായിരിക്കും. അപ്പോൾ ഇത് എൻ്റെ പ്ലാന്റ്സ് കഴിഞ്ഞ ദിവസം ഞാൻ റീപ്ലാന്റ് ചെയ്ത പ്ലാന്റ്സ് ആട്ടോ. ഇത് CC പ്ലാന്റ് ഉണ്ട്, ഞാൻ പറഞ്ഞില്ല, അന്ന് കാണിച്ചു തന്നില്ലേ. അത് ഒരെണ്ണം ഇവിടെ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ, അത് അമ്മ തന്നത്, അങ്ങനെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. പിന്നെ ഇത് ഓർക്കിഡും ഞാൻ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മ തന്നതാട്ടോ. നല്ല ഭംഗിയുള്ള പൂവുണ്ടാവും കേട്ടോ, അതിൽ വയലറ്റ് കളറിലെ. ഈ ചെടി എന്താണെന്ന് നിങ്ങൾക്ക് പറയാമോ? ഇതൊരു ചെടിയൊന്നുമല്ല, ഒരു ചീരയാണ്, പൊന്നാങ്കണ്ണി ചീര. നമ്മളെ നാട്ടിലെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല, ഇവിടെ നിന്ന് കടയിൽ നിന്ന് വാങ്ങിച്ച ചീരയുടെ 1-2 തണ്ട് ഞാൻ നട്ട് പിടിപ്പിച്ചതാട്ടോ. ഇത് ഇപ്പോൾ വേറൊരു കുഞ്ഞു ചട്ടിയിലും കൂടെ നിൽപ്പുണ്ട് ഇതുപോലെ. അപ്പം ഞാനിന്ന് ഉള്ളി എടുത്തിട്ട് പിന്നെ പൊടിച്ചു വന്നതാണ് ഇതെല്ലാം. ഇപ്പോൾ എടുക്കാറായിട്ടുണ്ട്. ഒരു തോരൻ അങ്ങനെ ഒന്നും ഉണ്ടാവില്ല, വളരെ കുറച്ചല്ലേ ഉള്ളൂ. അപ്പം ഞാൻ മുട്ട ഇട്ടിട്ട് ചിക്കി വറക്കും, നല്ല ടേസ്റ്റാണ് അങ്ങനെ കഴിക്കുമ്പോൾ.
അപ്പോൾ പാറുവിന് കൊടുക്കുമെന്ന് ചോദിച്ചാൽ പാറുവിന് മുട്ടയൊന്നും താല്പര്യമില്ല, പിന്നെ ചീരയും വലിയ താല്പര്യമില്ല. പിന്നെ ഞാൻ ചോറിലൊക്കെ മിക്സ് ചെയ്ത് കൊടുത്താൽ അവൾ പിടിക്കും, തുപ്പിക്കളയും. അപ്പോൾ അത് കാരണം ചിലപ്പോൾ കൊടുക്കും, ചിലപ്പോൾ കഴിക്കും, ചിലപ്പോൾ കഴിക്കില്ല, അങ്ങനെയാണ്. ഇത് മണി പ്ലാന്റും പിന്നെ എൻ്റെ കുറച്ച് പ്ലാന്റ്സ് ആട്ടോ, ഞാൻ ഇൻഡോർ പ്ലാന്റ്സ് വെച്ചിരിക്കണം കേട്ടോ. അതെല്ലാം ഇൻഡോറിലേക്ക് വെക്കേണ്ടതാണ്. അപ്പം ഞാൻ നട്ടത് കൊണ്ട് ആ ബാൽക്കണിയിൽ തന്നെ 2 ദിവസം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് വെച്ചതാണ്. ഇത് ഞാൻ കുക്കിംഗ് വീഡിയോയിൽ ഞാൻ അവിടെ കിച്ചണിൽ വെച്ചിട്ട് ചെയ്തപ്പം ചൂടടിച്ചിട്ടാന്ന് തോന്നുന്നു അങ്ങനെ ഇതായിപ്പോയി. അപ്പോൾ എൻ്റെ പ്ലാന്റ്സ് ഇതൊക്കെയാട്ടോ. ഇതെല്ലാം ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണേ. ആ ഒരു വെള്ളച്ചെടിയില്ലേ, ഇലയില, അത് ഈ അടുത്ത് വാങ്ങിച്ചത്. അതൊഴികെ ബാക്കിയെല്ലാം ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. നമ്മുടെ പശുക്കുട്ടനാണേ. പാറു ഒരു പ്രാവശ്യം കടയിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ്. വിജയദശമിയുടെ സമയത്ത് ഒരു കടയിൽ പോയപ്പോൾ അവൾ വാങ്ങിപ്പിച്ചതാണ്. പിന്നെ അതാ ഈ പ്ലാന്റ് തന്നെയാണ് കേട്ടോ ആ പുറത്തിരിക്കണേ. ഇത് ഈ ഗ്രീൻ കളർ ആയിക്കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് പോയിന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ മറ്റേ പ്ലാന്റ് വാങ്ങിച്ചത്. ഇത് അകത്ത് കുറേ നാൾ ഇരുന്ന് കഴിയുമ്പോൾ ഇങ്കി കളറായി പോവും. മണി പ്ലാന്റ്സ് തന്നെയാണ്, എല്ലായിടത്തും മണി പ്ലാന്റ്സ് തന്നെയാണ് കൂടുതൽ വെച്ചിരിക്കണേ. ഇതാവുമ്പോൾ അധികം മെയിൻ്റനൻസ് ഒന്നും വേണ്ട, ഇടയ്ക്ക് വെള്ളമൊക്കെ മാറ്റി ഒന്ന് റെഡിയാക്കി എടുത്താൽ മതി. ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ മാറ്റി കൊടുക്കും. അപ്പോൾ 2-3 തരത്തിലുള്ള മണി പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ എൻ്റെ അടുത്ത്. ഇത് ലാസ്റ്റ് ടൈം നാട്ടിൽ പോയപ്പോൾ ഞാൻ അമ്മയുടെ നിന്ന് കൊണ്ടുവന്ന കേട്ടോ, ലക്കി ബാമ്പു. ഇതൊന്നും നിൽക്കുന്ന കാണാൻ നല്ല രസമല്ലേ. അപ്പോൾ കുറച്ച് അകത്ത് വെച്ചിരിക്കുന്ന കേട്ടോ ഞാൻ കാണിച്ചു. ഇനിയും കുറച്ചുകൂടെ ഉണ്ട്, ഒന്നിച്ചൊരു വീഡിയോയിൽ ഞാൻ കാണിക്കാം കേട്ടോ. അത് കഴിഞ്ഞ് വിളക്ക് കൊളുത്തി. ബുധനാഴ്ച പൂന്താന ദിനമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ന്യൂസിൽ കണ്ടായിരുന്നു ഇങ്ങനെ പൂന്താന ദിനമാണ് ഗുരുവായൂർ പ്രത്യേകതയുണ്ടെന്നൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു ജ്ഞാനപ്പാന അന്ന് ചൊല്ലാം. എനിക്ക് ജ്ഞാനപ്പാന ചെറുതിലെ ചൊല്ലുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു കേട്ടോ നാമജപ സമയത്ത്. പിന്നെ അങ്ങനെ എപ്പോഴൊന്നും ചൊല്ലാറില്ല. അപ്പോൾ ഇന്നിപ്പോൾ പ്രാർത്ഥനയുടെ കൂടെ ഞാൻ പ്രത്യേകിച്ച് ജ്ഞാനപ്പാനയും കൂടെ ചൊല്ലി തീർത്തു. കുറച്ച് സമയം എടുക്കുക ചൊല്ലി തീർക്കാനായിട്ട്. അത് കഴിഞ്ഞ് പാറുവിന് ദോശ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ അവൾക്ക് ദോശ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാനും കൂടി ഡിന്നർ കഴിക്കാൻ പോവാണേ. ഷൈച്ചേട്ടൻ എന്നെ വിളിച്ചു പറഞ്ഞായിരുന്നു ലേറ്റായിട്ടേ വരുള്ളൂ, ഡിന്നർ കഴിച്ചിട്ടേ വരുള്ളൂ, കഴിച്ചോളാനായിട്ട്. അപ്പോൾ ഞാൻ ഒരുപാട് ലേറ്റ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാനും പെട്ടെന്ന് തന്നെ കഴിക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ലിവർ റോസ്റ്റ് കുറച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആവശ്യമുള്ളിടത്ത് മാറ്റിയിട്ട് ബാക്കി ആ ചട്ടിയിൽ ചോറിട്ട് പെരട്ടി നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇങ്ങനെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഡിന്നർ കഴിക്കാൻ പോവാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.